ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. നമസ്കാരം. ഞാൻ അജയകുമാർ കൈവന്നിട്ട്. ഞാനൊരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനാണ്. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തിയോടനുബന്ധിച്ചുള്ള ചതയ ദിനമാണ്. ഗുരുദേവൻ ജനിച്ച വർഷം 1856 ആണ്ട് ആഗസ്റ്റ് മാസം 22-ാം തീയതി ചതയ നക്ഷത്രത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് മഹാനായ ദൈവപുത്രനായ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മഹാനും മനുഷ്യരൂപത്തിലുള്ള ദൈവവും സമാധാന വിപ്ലവകാരിയും ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായും എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയം സമാധാന വിപ്ലവത്തിലൂടെ നേടിയെടുക്കുകയും ചെയ്തു. മഹാനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി വൈകുന്നേരം 3 മണി വർക്കല ശിവഗിരിയിൽ സമാധിയാവുകയും ചെയ്തു. അന്നാണ് നമ്മൾ കന്നി 5 സമാധി ദിനമായി ആചരിക്കുന്നത്. എല്ലാ താഴ്ന്ന ജാതിക്കാർക്കും, അനാഥർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി അദ്വൈത ആശ്രമത്തിൽ വെച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ ഗീതം എഴുതുകയുണ്ടായി. ഈ കൃതി ലോകത്തിന്റെ നാനാഭാഗത്തും ഏറ്റെടുത്ത് 100-ൽ പരം ഭാഷകളിൽ ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഈ കൃതിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കണം. അറിവിന്റെ പ്രധാന അമൃതാണ് ഈ കൃതി. എല്ലാ വീട്ടിലും ദിവസം ഒരു നേരമെങ്കിലും മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഗുരുദേവന്റെ വചനങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് കുട്ടികൾക്ക് അറിവ് ഉണ്ടാകും. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ പ്രവർത്തിക്കോ രാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ത്രിക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയോർക്കും. അകവും പുറവും തിന്നും മഹിമവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിന്മനസ്സ ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഈ കീർത്തനം എല്ലാവരും കേട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാ